തകർന്നു കിടക്കുക. ഇതിപ്പോ ആ സമയമായെന്ന് തോന്നുന്നു സുവി. നമുക്കിനിയിപ്പോ അതിലേക്ക് പോകാം. ഇപ്പോൾ ക്ഷേത്രത്തിൽ തീർത്ഥം തളിക്കാൻ വേണ്ടി മേൽശാന്തി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല നൈവേദ്യം അത് തീർത്ഥം തളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ തീർത്ഥം തളിക്കുന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയാവുക. പണ്ടാരടുപ്പിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തീർത്ഥം തളിക്കുകയാണ്. അതിനുശേഷം ഈ സമീപത്തെ നഗരത്തിലെ മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്കെല്ലാം തന്നെ തീർത്ഥം തളിക്കും. അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാവുക. ആകാശത്ത് പുഷ്പവൃഷ്ടിയും മറ്റും ഉണ്ടാകും എന്നാണ് പുഷ്പവൃഷ്ടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എനിക്കില്ല നൈവേദ്യത്തിൽ തീർത്ഥം തളിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ചെറിയ പൂജയും ഇവിടെ നടക്കുന്നുണ്ട്. മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അല്പം പുഷ്പങ്ങളും മറ്റും വിതറിക്കൊണ്ട് ഒരു പൂജയാണ് നടക്കുന്നത്. ഏതായാലും അല്പസമയം മാത്രമാണ് ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക. സാധാരണഗതിയിൽ ശ്രീകോവിലിൽ ഭഗവതിക്ക് നിവേദ്യം അർപ്പിക്കുമ്പോൾ എന്ത് പൂജയാണോ നടത്തുക അതേ തരത്തിലുള്ള ഒരു പൂജ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പൂജ തീർത്ഥം തളിക്കൽ പൂർത്തിയായി മേൽശാന്തി തിരികെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നഗരത്തിലെ മറ്റിടങ്ങളിലെല്ലാം തന്നെ നിവേദ്യത്തിലെല്ലാം തന്നെ തീർത്ഥം തളിക്കൽ നടക്കും. അതോടുകൂടി പൊങ്കാല നൈവേദ്യം ആവുകയും ചെയ്യും. ഈ വർഷത്തെ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. വലിയ ആൾത്തിരക്കായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 5 ലക്ഷത്തിലേറെ ആളുകൾ വന്നു എന്നാണ് പറയുന്നത്. ഇത്തവണ അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഏതായാലും 10 ലക്ഷങ്ങൾ ഇനി നിറമനസ്സുകളോടെ തിരിച്ചു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പൊങ്കാല ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. പൊങ്കാല നൈവേദ്യമായി കഴിഞ്ഞിരിക്കുന്നു. പൊങ്കാലയിൽ തീർത്ഥം തളിച്ച നൈവേദ്യമായിരിക്കുന്നു. ഇനി നഗരത്തിലുള്ള മറ്റ് പൊങ്കാല അടുപ്പുകളിലെല്ലാം തന്നെ തീർത്ഥം തളിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുക. നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ദിവസങ്ങൾ എടുത്ത് ഇവിടെ എത്തിയ നിരവധി ആളുകളുണ്ട്. അവരുടെ ഒരു വർഷത്തെ ആത്മസമർപ്പണത്തിനാണ് വിരാമമാകുന്നത്. സ്ത്രീകളുടെ ഒരു ഉത്സവമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടത്. ആ ഒരു ആഘോഷത്തിന് വിരാമമാവുകയാണ്. നിരവധി സ്ത്രീകൾ, നിരവധി 10 ലക്ഷങ്ങളാണ് ഇവിടേക്ക് കടന്നു വന്നത്. വലിയ തോതിലുള്ള ആൾത്തിരക്കും ഭക്തജന തിരക്കും ഇത്തവണ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ, അതായത് ഇപ്പോൾ ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വൈകിട്ട് കുത്തിയോട്ടത്തിന്റെ ഭാഗമായുള്ള ചൂരൽ കൂത്ത് നടക്കും. അതിനുശേഷം ഭഗവതിയുടെ എഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളുണ്ടാകും. നാളെയാണ് ഈ ഉത്സവം സമാപിക്കുക. ഇന്ന് 9ാം നാളാണ്. 10ാം നാളിൽ ഈ ആറ്റുകാൽ ഉത്സവം സമാപിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ദേവസ്വം ഭാരവാഹികളുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. എന്താണ് ഇനിയത്തെ ഒരു ചടങ്ങ്? പറയണം. ഇവിടെ നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് നിവേദ്യത്തിനായി പൂജാരിമാർ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാം. ഈ ഏറ്റവും ആദ്യം നിവേദ്യം നടക്കുന്നത് അവിടെയാണ്. ആ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കൂടി നിൽക്കുന്നവരാണ്.
റോഡിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വാഹനം പോലുമില്ല. കൂടുതൽ ആളുകൾ പൊങ്കാല നൈവേദ്യത്തിനായി ഒരു ഭാഗത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വിദേശികളടക്കം പൊങ്കാല നൈവേദ്യ ചടങ്ങുകൾ കാണുന്നതിനായി, പൊങ്കാല എന്താണെന്ന് അറിയുന്നതിനായി, അതിന്റെ ഫോട്ടോകളൊക്കെ പകർത്തുന്നതിനായി ഇവിടേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഏറ്റവും തിരക്ക് തമ്പാനൂരിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ആ കൂട്ടം അതിങ്ങനെ വലുതായി 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 വരുന്നത് നമുക്കിവിടെ നിന്ന് മുകളിൽ നിന്ന് KSRTC കോംപ്ലക്സിന് മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയൊരു ഒഴുക്കാണ്. ഈ കാത്തിരിപ്പ് അത് അവസാനിച്ചു. ഇനിയുള്ള കാത്തിരിപ്പ് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായുള്ളതാണ്. ഇനി വളരെ പെട്ടെന്ന് ഓരോരുത്തരിലേക്കും നൈവേദ്യത്തുള്ളികൾ എത്തുന്നു. ഈ നൈവേദ്യത്തിന്റെ ഒരു സങ്കല്പം തന്നെ, അല്ലെങ്കിൽ ഒരു വിശ്വാസം തന്നെ, നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ ഏറെ ഇഷ്ടത്തോടെ ദേവിക്കായി സമർപ്പിച്ച ആ പൊങ്കാല, അല്ലെങ്കിൽ ആ പായസം, ആ തെരളിയപ്പം, അതൊക്കെ ദേവി സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു വിശ്വാസമാണ്. അതാ ആ ഒഴുക്ക് അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ആ ഒഴുക്ക്, ആ കൂട്ടം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ആ ഭാഗത്ത് നിന്ന് തമ്പാനൂരിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും ആയുർവേദ കോളേജിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. സ്റ്റാച്യു ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ആ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് കയറാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം തിരക്ക്, കൂട്ടത്തോടെ ആളുകൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ട്രെയിനിന്റെ അകത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചിന്തയാണ് ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്. എന്തായാലും ഒരു പൊങ്കാലക്കാലം കൂടി അവസാനിച്ചിരിക്കുന്നു. 10 ദിവസം നീണ്ട ഉത്സവം, അതിന് നാളെയാണ് പരിസമാപ്തിയാവുക. 9ാം ഉത്സവ ദിവസമാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്നത്. ചരിത്രത്തിൽ സ്ഥാനമുള്ള ആറ്റുകാൽ പൊങ്കാല. ആ പൊങ്കാല നൈവേദ്യവും ഇപ്പോൾ നടന്നിരിക്കുന്നു. ഇനിയും ഈ ഭാഗത്തേക്കൊക്കെ നൈവേദ്യത്തിനായി ആളുകൾ എത്താനുണ്ട്. പൂജാരിമാർ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. കൂടുതൽ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളായി കൃത്യമായി ക്രമീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തിരക്ക് അത് ഒരു അപകടത്തിലേക്കും വഴിവെക്കാതെ കൂടുതൽ ആളുകളെ ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ഏത് രീതി കൂട്ടലുകൾ ജില്ലാ ഭരണകൂടത്തിനുണ്ട്, കോർപ്പറേഷനുണ്ട്, പോലീസിനുണ്ട്, ആരോഗ്യ വകുപ്പിനുണ്ട്. ഒരു മികച്ച പൊങ്കാല, ഒരു നല്ല പൊങ്കാലക്കാലം അത് അവസാനിക്കുകയാണ്.